ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പറയും അടിക്കുകയും തുടയ്ക്കുകയും അലക്കുകയൊക്കെ ചെയ്യുന്നതിന് വല്ല അവാർഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടമ്മമാരൊന്ന് മത്സരിച്ചേനേന്ന്. ശരിയല്ലേ? നമ്മളിത് എത്രത്തോളം തവണയാണ് ഒരു തവണ വീട് അടിക്കുന്നത്. ആ കൊല ഞാൻ നിങ്ങൾ വെട്ടിയിട്ടോ ഞാൻ അടുക്കളയിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇതാ ഒരു സന്തോഷമാണ് നമ്മളിങ്ങനെ വാഴക്കൊലയൊക്കെ വെട്ടി അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കണതൊക്കെ. ഒരു ഹാപ്പിനെസ് ആണല്ലേ? ഇതിൽ എവിടെയെങ്കിലും തൂക്കിയിടാനുള്ള ഒരു കൊളുത്തോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ഹുക്കോ എന്തെങ്കിലും ഈ അടുക്കള വാർത്ത സമയത്ത് പണിതിരുന്നെങ്കിൽ അവിടെ തൂക്കിയിടായിരുന്നു. നമ്മുടെ പണ്ടത്തെ അടുക്കളയിലൊക്കെ കണ്ടിട്ടില്ലേ, അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു വാഴക്കൊല കെട്ടി തൂക്കിയിടുന്നത്. ഞങ്ങളുടെ പഴയ അടുക്കളയിലുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടി ഉണ്ടായിരുന്നതല്ല, അവിടെ ഞങ്ങളിങ്ങനെ കൊലയൊക്കെ കിട്ടുമ്പോൾ കെട്ടിത്തൂക്കി വെക്കുമായിരുന്നു. അപ്പോൾ ഇതാ അങ്ങനെ കിട്ടിയ കൊലയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും മടുപ്പ് തോന്നുന്നൊരു പരിപാടിയാണ് പാത്രം കഴുകൽ. ദാ ഇതേപോലെ കഴുകാൻ പറ്റണം. ഇതിപ്പോൾ ടൈം ലാപ്സിലിട്ടിട്ട് വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സാവധാനമാണ് ഇപ്പോൾ പാത്രം കഴുകണേ. കാരണം എനിക്കിപ്പോൾ അത്ര സ്പീഡിൽ കഴുകാൻ പറ്റാറൊന്നുമില്ല. ഞാൻ നേരത്തെ വേഗം 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 ഞാൻ ഗ്യാപ്പ് കിട്ടുമ്പോൾ കഴുകി വെക്കുമായിരുന്നു. ഇപ്പോൾ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു കസേര ഇട്ടിട്ട് വന്ന് പയ്യിരിക്കും. കാരണം നല്ല രീതിയിലുള്ള ബാക്ക് പെയിൻ ഉണ്ട് കേട്ടോ. തലോടെ വെച്ചിരിക്കാൻ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഞാനത് മറന്നു പോകും. വേഗം പാത്രമൊക്കെ കഴുകി മാറ്റി വെച്ചിട്ട് ഞാനിനി മീൻ കറി വെക്കാൻ വേണ്ടി പോവാണ്. നമുക്കിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം. അന്ന് നമ്മൾ ഏട്ടനും എനിക്കും മാത്രമുള്ള ഡ്രസ്സല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിള്ളേർക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ കുട്ടികൾ വരുമ്പോൾ തന്നെ വേഗം പോയി നമുക്ക് കയ്യോടെ തന്നെ പോയി എടുക്കാം. രാത്രി ആവണ്ട, സന്ധ്യ ആകുമ്പോഴത്തേനും നമുക്ക് തിരിച്ചു വരാമെന്നൊക്കെ കരുതി ഞങ്ങൾ പോയതാണ്. പക്ഷെ പണി വാളിപ്പോയി. ഞങ്ങൾ പോയി കേട്ടോ, പോവാതിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോയി. അപ്പോൾ അതൊക്കെ പറയാം. അപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചാളയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെട്ടി ക്ലീനാക്കുകയാണ്. വെട്ടി ക്ലീനാക്കിയതാണ് കൊണ്ടുവന്നത്. പക്ഷെ അതിൽ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഇട്ട് അഴുക്കൊക്കെ ഉണ്ടാവും. നമ്മൾ എത്ര അവർ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും ആ തിരക്കിൻ്റെ ഇടയിൽ ചെയ്യുമ്പോൾ കുറച്ച് ചെതുമ്പലൊക്കെ പോകാനുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ആരോ വ്ളോഗിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് വെട്ടി ക്ലീനാക്കിയതല്ലേ പിന്നെയും ക്ലീനാക്കുന്നത് വീഡിയോയുടെ റീച്ചിന് വേണ്ടിയിട്ടാണോ? മീൻ വൃത്തിയാക്കി എടുക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണോ? ഒരിക്കലും അല്ല കേട്ടോ. അത് നമ്മൾ കഴിക്കാനുള്ളതാ, നമ്മുടെ മക്കൾക്കും ഭർത്താവിനൊക്കെ കൊടുക്കാനുള്ളതാ, എനിക്കും കഴിക്കാനുള്ളതാ. എന്തൊക്കെയാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഈ സമയം കഷ്ണമായിട്ട് മേടിക്കുന്ന മീനൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങ് ക്ലീൻ ചെയ്യേണ്ട. കാരണം ഓൾറെഡി എല്ലാം കളഞ്ഞ് ഒക്കെ പക്കയായിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. എന്നാലും നമ്മളൊന്ന് കഴുകി എടുക്കത്തില്ലേ, അത്രയൊക്കെ തന്നെ ഇവിടെയുള്ളൂ. അപ്പം ഞാൻ കരുതിയിരുന്നു മാങ്ങയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ. ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കുട്ടികളായിട്ട് പോയി ഡ്രസ്സ് എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പതിവ് പോലെ വറുക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതും സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ്. ഞാൻ ഈ ചട്ടി തന്നെയാണ് കേട്ടോ മുളക് പുരട്ടി വെക്കുന്നത്. ഈ മത്തിക്കറിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് ഒരു ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും വെക്കണ പോലെ തന്നെ തേങ്ങയും മുളക് അരച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ ഒരാൾക്ക് 2 ചാള വറുത്തത് എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ മാറ്റി വെക്കണത് കേട്ടോ. നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു കുഞ്ഞിക്കണക്ക് കുണുക്കൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഉപ്പിട്ടു, അതേപോലെ തന്നെ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ചാളയ്ക്ക് കുരുമുളക് ഇട്ട് വറക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ അന്ന് മേടിച്ച പ്രൊഡക്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുരുമുളക് പോകുന്ന കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇതിപ്പോൾ കറക്റ്റായിട്ട് എന്ത് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓംലേറ്റൊക്കെ ഉണ്ടാക്കില്ലേ, അല്ലടാ ബുൾസ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതിൻ്റെ മീതെ നമ്മളിങ്ങനെ പെപ്പർ പൗഡറും സോൾട്ടും ഇടില്ലേ, അതിന് കറക്റ്റാണ്. അല്ലാത്തതിന് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കൊട്ടേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ രാത്രിത്തേക്ക് നമ്മൾ എടുക്കുള്ളൂ കേട്ടോ. എന്നിട്ട് ആ സെയിം ചട്ടി തന്നെ കഴുകി നല്ല വൃത്തിയാക്കി അതിലാണ് ഞാൻ മാങ്ങയിട്ട മത്തിക്കറി ആക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. റെസിപ്പി വേണ്ടവർ അതിൻ്റെ ഷോർട്സ് കണ്ടാൽ മതി. നല്ല കറിയാണ്, വളരെ എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തേങ്ങയും മുളക് അരച്ച് നല്ല കുറുകിയ പാകത്തിന് ഒരു കറിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് വന്നിട്ട് ഏട്ടൻ ഊണ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ സമയമായപ്പോൾ തന്നെ ഏട്ടൻ വന്നു. ഊണ് കഴിച്ചിട്ട് പിന്നെയും പോയി. പിന്നെ തിരിച്ച് വന്ന് പിള്ളേരായിട്ട് വൈകിട്ടത്തെ ചായ പോലും കുടിക്കാണ്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. പോണ വഴി ചായ കുടിക്കാം എന്ന് കരുതി ഞങ്ങൾ ബ്ലോക്കില്ലാത്ത വഴി തപ്പി ആലുവയിലോട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഭയങ്കര ബ്ലോക്കായിരുന്നു. എറണാകുളത്തേക്ക് പോയ ഈ വൈകുന്നേര സമയത്ത് ഭയങ്കര ബ്ലോക്കായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ആലുവ വഴി വിട്ടത്. എടപ്പള്ളി ആലുവ അവിടെ നിന്ന് എവിടെന്നെങ്കിലും എടുക്കാമെന്ന് കരുതി. പക്ഷേ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാന്നേ, മതിയായിപ്പോയി. ഞങ്ങൾ കുറേ വൈകിട്ടാണ് ഞങ്ങൾ എത്തിയത്. ജോക്കൂട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി കേട്ടോ, പാവം. എനിക്ക് സങ്കടം തോന്നിപ്പോയി. ഞാൻ കരുതി ചായയൊക്കെ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ടുവന്നാൽ മതിയെന്ന് വിചാരിച്ചു. പിന്നെ പോണ വഴി ഞങ്ങൾ ഒരു ഗ്ലാസ് ചായയൊക്കെ മേടിച്ച് കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ
അങ്ങനെ പോവുകയാണ്. പക്ഷേ എല്ലായിടത്തും ബ്ലോക്കാണ് കേട്ടോ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം ആയതുകൊണ്ടേ ഭയങ്കര തിരക്കാണ്. എനിക്കാണെങ്കിൽ നിങ്ങൾക്കറിയാലോ കാറിൽ കയറി വൊമിറ്റ് ചെയ്യാൻ വരും. ഞാൻ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാണ്ട് പിടിച്ചിരുന്നു. ഒരു കണക്കിനാണ് ഞാൻ ഷോപ്പെത്തിയത്. അങ്ങനെ തന്നെ ഞങ്ങൾ ആലുവയിൽ എവിടെയാടാ നമ്മുടെ സീമാസിലാണ് വന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ വന്ന് ആ അപ്പൂപ്പൻ ഇവളാണ് വീഡിയോ എടുത്തത്, അന്നക്കുട്ടി. വീഡിയോ എടുത്തപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, കൊച്ചെന്തേ കാണിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അതാ ഞങ്ങൾ അവിടെ എത്തി. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വന്നിട്ട് പാടുണ്ടായിരുന്നില്ല. എന്തോ ഭാഗ്യത്തിന് ഞാനിങ്ങനെ മനസ്സിനിങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ച് നിൽക്കുമായിരുന്നു. ഒരു കണക്കിന് അവിടെ എത്തി. പുറത്തിറങ്ങിയപ്പോഴാണ് സമാധാനമായത്. പക്ഷെ നമുക്ക് തലക്കൊരു മന്നിപ്പുണ്ടാവും, തലയ്ക്കിങ്ങനെ എന്തോ പോലെ ഉണ്ടാവും. ബൈക്ക് എടുക്കാതിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ടാകുമ്പോൾ ഇപ്പോൾ എപ്പോഴും മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി മഴ നനഞ്ഞ് അസുഖം പിടിപ്പിക്കാൻ വയ്യ. എനിക്ക് ആ ബ്ലാക്ക് ഞാനിപ്പോൾ എടുത്തത് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് എന്തോ അവിടെ നിന്ന് അങ്ങ്, എനിക്ക് ഇഷ്ടപ്പെടുന്നത് ചേട്ടന് ഇഷ്ടപ്പെടില്ല, ചേട്ടന് ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ വന്നപ്പോഴത്തേനും ഞങ്ങൾ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. മഴക്കാരും നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ എടപ്പള്ളി നമ്മുടെ സ്വയംവരയിൽ വന്നു. ഇവിടെ വന്നിട്ടാണ് നമ്മളെപ്പോഴും എടുക്കുക. ആദ്യം കരുതി കേട്ടോ ആലുവ വരെ പോകണ്ടായിരുന്നു, ഇവിടെ നിന്ന് തന്നെ കയറി എടുത്താൽ മതിയാണ്. കാരണം എനിക്ക് ഈ വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും കാറിന് പോയി കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് നിർത്തി പുറത്തിറങ്ങണം. അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് ഈ വയറും വെച്ചിട്ട് ഒരു രക്ഷയില്ലാന്ന്. ഇവരെ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ അമ്മ വാ ഈ പറച്ചിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ അപ്പനും മക്കളും കൂടി പോയി എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ അമ്മ വാ ഈ അമ്മാവൻ വിളി. അങ്ങനെ പോയി ഞങ്ങളിതാ ഇവിടെ നിന്ന് ഡ്രസ്സ് എടുത്തു. ഇവിടെ നിന്ന് ഞാനിങ്ങനെ ലൈറ്റ് കളേഴ്സാണ് നോക്കിയത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ കിട്ടി. 2 പേർക്കും എടുത്തു കേട്ടോ. അപ്പൂനും എടുത്തു, ജോക്കൂട്ടനും എടുത്തു, അന്നക്കുട്ടിക്ക് എടുത്തു. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അതിന് ശേഷമാണ്, ബില്ലൊക്കെ അടച്ച ശേഷമാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പേരും മഴ. അപ്പോൾ ഞാൻ പറഞ്ഞു ബൈക്ക് എടുക്കാൻ നന്നായി എന്ന്. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗിൽ ഇത്രയും വിശേഷങ്ങളുള്ളൂ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.